നമ്മുടെ രാജ്യത്തിൻ്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അത് ഇല്ലാത്തൊരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്നത് നേരത്തെ മുതലുള്ള ആവശ്യമാണ്. 2016 അതിനു മുൻപ് തന്നെയുള്ള ആവശ്യമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ അത് അംഗീകരിച്ചു. ഇപ്പോൾ കേരള ഗവൺമെന്റ് 4 സ്ഥലങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് 2016 അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു, നിങ്ങൾ 4 സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ല, ഇതിലേത് സ്ഥലത്താണ് എയിംസ് വേണ്ടത് എന്ന് പറയണം, അവിടെ സ്ഥലമുണ്ടോ എന്ന് പറയണം. അങ്ങനെയാണ് കോഴിക്കോട് കിനാലൂരിൽ ആവശ്യമായ സ്ഥലം ഒരുക്കിക്കൊണ്ട് തന്നെ ഇതാ ഇവിടെ സ്ഥാപിക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതില് ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമല്ല. അതിനോട് പ്രതിബദ്ധത വേണം. മറ്റു ചിലത് മാത്രം ആലോചിച്ചാൽ പോരാ. ഞങ്ങളെ ആലോചന ആ വഴിക്ക് പോകുന്നില്ല, അത് ഞങ്ങളുടെ ഒരു കുറവല്ല. ഇപ്പൊ ചിലർ പറയുന്നില്ലേ, ഇത്ര കാലായി ഞങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുന്നു, എന്താ വേവലാതി? കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കേണ്ടതാണോ? സ്കൂളുകൾ നന്നാക്കേണ്ടതാണോ? അല്ല, അവരവരെ കാര്യമാണോ? എന്താണ് അവരെ വേവലാതിപ്പെടുത്തുന്നത്? അതിനുവേണ്ടി തെറ്റായ വികാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചിലര് പറയുന്നു, ഇവിടെ ചിലർ അധികാരത്തിന് പുറത്താണ്. ഇതൊക്കെ പരസ്യമായി പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അതീവ രഹസ്യമായി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതെങ്കിലും പറഞ്ഞു പോകണമല്ലോ. ആർക്കാണ് ഈ പറയുന്ന പ്രയാസം കേരളത്തിലുള്ളത്? ചില മതവിഭാഗങ്ങൾക്ക്. നേരത്തെ MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. അതില് മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കിവിടാനാണല്ലോ നോക്കുന്നത്. അവര് അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ്. അതിന്റെ ഭാഗമായി നിങ്ങളെ സഹിക്കാനാകില്ല എന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ്. ഐതിഹാസികമായ ചരിത്രം സൃഷ്ടിക്കുന്ന ഈ ജാഥ നയിക്കുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ നമ്മുടെ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് LDF ഉദ്ദേശിച്ചത്. അതില് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു.